Hello, hi my viewers, ഞാൻ ദർശന and welcome back to my channel ദർശനാസ് വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഈവനിങ് വ്ളോഗ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഈവനിങ് വ്ളോഗിൽ ഞാൻ ഈവനിങ് ടൈം എങ്ങനെയൊക്കെയാണ് എൻ്റെ ഗാർഡനിൽ സ്പെൻഡ് ചെയ്യുന്നത് എന്നൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്ത കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ നമുക്ക് എന്തായാലും ഞാനിവിടെ കോഫിയൊക്കെ ഉണ്ടാക്കി കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഒരുപാട് ദിവസം മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ഡിലേ ആയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ വരുന്നത്. അപ്പോൾ ഞാൻ ടെറസ് ഗാർഡനിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റൊക്കെ ഇതിന് മുന്നേ നമ്മൾ നടുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇത്രയ്ക്കും വളർന്നു വന്നിട്ടുണ്ട്. മണി പ്ലാന്റ് ആണ്, നിയോൺ പോത്തോസ്. അപ്പോൾ ഇതെല്ലാം തന്നെ പുതിയ പുതിയ ലീഫൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ എൻ്റെ കയ്യിൽ കുറച്ച് സിമൻറ്റ് പോട്ടുകൾ ഞാൻ തന്നെ ഇവിടെ വീട്ടിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഏറ്റവും ഫസ്റ്റ് പോട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയ ടൈമിൽ ഉണ്ടാക്കിയിട്ടുള്ള പോട്ടുകളാണ് കേട്ടോ ഇത്. അപ്പോൾ അത്രയ്ക്ക് പെർഫെക്റ്റ് ആവാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ തലേ ദിവസം തന്നെ ഇതിൽ വൈറ്റ് സിമൻറ്റ് അടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, തലേ ദിവസം ഈവനിങ് ടൈമിൽ. അപ്പോൾ അത് ഉണങ്ങിയതിന് ശേഷം പിറ്റേ ദിവസം ഞാൻ ഇതുപോലെ ഈ ഒരു റെഡ് കളറിലുള്ള ഈ ഒരു പെയിൻ്റാണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത്. ഈ പെയിൻ്റൊക്കെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. ഞാൻ ഇതിന് മുന്നേ വേറെ വീഡിയോസ് ചെയ്തപ്പോൾ ഏത് പെയിൻ്റാണെന്നൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു പെയിൻറ്റിൻ്റെ കളർ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ ഒരു പെയിൻറ്റ് തന്നെയാണ് കേട്ടോ അടിച്ചു കൊടുക്കാറുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 3 പോട്ടുകളാണ് ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി ഉണങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള ഓരോന്നും ചെയ്തു തുടങ്ങാം. അപ്പോൾ ഇനി ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ള ഒരു പഴയൊരു ടയറാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ വീടിൻ്റെ സൈഡിൽ കിടക്കുന്നത് കണ്ടതായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തു. എന്നിട്ട് ആ ഒരു ടയറിൽ കൂടി നമുക്ക് ഈ ഒരു പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ടിരിക്കും. പെയിൻറ്റ് അടിക്കാതെ നമുക്ക് ഇതുപോലുള്ള ഓരോരോ ഐഡിയാസൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗി തോന്നിക്കുന്നു വിചാരിച്ചിട്ടാണ് പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ആ പോട്ടിന് അടിച്ചു കഴിഞ്ഞാൽ പെയിൻറ്റ് ബാക്കി എന്തായാലും ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ടയറിന് ഈ ഒരു പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും ഉണങ്ങി കിട്ടണം. അപ്പോൾ അതുവരെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാനൊരു 3 മണി 3:30 ടൈമിലാണ് കേട്ടോ എന്തായാലും നമ്മുടെ ഗാർഡനിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്, നന്നായിട്ട് വെയിൽ മാറി കിട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തു വെച്ച പോട്ടൊക്കെ പെയിൻറ്റ് ചെയ്തൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ നമ്മുടെ വളപ്പൊടിയും മണ്ണും എല്ലാം മിക്സ് ചെയ്ത് നിറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോട്ടിലോട്ട് ഇനി നമുക്ക് പ്ലാന്റ്സ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്രാസ് ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു ഗ്രാസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടും ചെയ്യും. നമുക്ക് ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. വേറെ പോട്ടിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരുന്നു. അപ്പോൾ അത് ഞാനത് അങ്ങനെ തന്നെ പറിച്ചെടുക്കുകയാണ്. ഇത് നമുക്ക് വേരോടെ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. വേരില്ലാതെ കിട്ടിയാലും നമുക്ക് ഈസി ആയിട്ട് ഇത് പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ നമുക്ക് മണ്ണിൽ ഡയറക്റ്റായിട്ട് വേണമെങ്കിലും ഈ ഒരു ഗ്രാസ് വളർത്തിയെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ എന്തായാലും ഈ ഒരു പോട്ടിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പെയിൻറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ പോട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. നമ്മൾ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണുമ്പോൾ. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു ഗ്രാസ് ഇതിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ഈ മണ്ണൊക്കെ ഒന്ന് നനഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് കുതിർന്ന് കിട്ടുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ അങ്ങ് താത്തി വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു കമ്പോ കത്തിയോ അങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. ഇങ്ങനെ കൈ വെച്ച് തന്നെ നമുക്കിത് വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു പോട്ടിൽ ആ ഒരു ഗ്രാസാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റുള്ള നമ്മുടെ പോട്ടിൽ ഞാൻ വെച്ച് കൊടുക്കാൻ പോകുന്നത് ഈ ഒരു കലേസിയ റെപ്പൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റ് എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലാന്റ് ആണ് കേട്ടോ. ഇതൊരു ബെസ്റ്റ് ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഞാനിപ്പോൾ ഇതൊരു പോട്ടിലാണ് സെറ്റ് ചെയ്യുന്നത്. ഹാങ് ചെയ്തിട്ട് ഞാൻ ഒരുപാട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്.
അപ്പോൾ അതുപോലെ ഈ ഒരു പോട്ടിലും കൂടെ വെച്ച് കൊടുത്ത് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതെല്ലാം വെച്ച് കൊടുത്ത് കഴിഞ്ഞു. പിന്നെ ഒരു എക്സ്ട്രാ ഒരു പോട്ടും കൂടി ഉണ്ട്, ഞാൻ ആ ഒരു പോട്ടിലൊന്നും ഇപ്പോൾ വെച്ച് കൊടുക്കുന്നില്ല. പിന്നെ നമുക്ക് അടുത്തത് ഞാനിത് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോൻ്റെ 2 വെറൈറ്റീസാണ്. ഒന്ന് നമ്മുടെ ഒരു ഗ്രേപ്സിൻ്റെ കളർ വരുന്നതും അതുപോലെ തന്നെ ഒന്ന് ഒരു ഗ്രീൻ കളർ, ലൈറ്റ് ഗ്രീൻ കളർ വരുന്നതായിട്ടുള്ള 2 പ്ലാന്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ഞാൻ ആ പോട്ടിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പോട്ടിലോട്ട് മാറ്റി നട്ടു കൊടുത്തിരിക്കുകയാണ്. അപ്പം അതിന് സപ്പോർട്ടായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കമ്പോ അങ്ങനെ PVC പൈപ്പോ എന്തെങ്കിലും വെച്ച് കൊടുക്കണം. അതിലത് വളർന്ന് പിടിച്ച് കയറി വരികയാണ് ചെയ്യുക. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാനൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. വേറൊരു കമ്പിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്വീറ്റ് പൊട്ടാറ്റോൻ്റെ പ്ലാന്റ് ഞാൻ ഇതുപോലെ ഒരു ചെറിയ പോട്ടിലാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പോട്ടിൽ ഞാൻ എന്തായാലും നമ്മുടെ സ്പൈഡർ പ്ലാന്റും കൂടെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് സ്പൈഡർ പ്ലാന്റ്. അപ്പോൾ ആ ഒരു പ്ലാന്റ് ഞാൻ ആ ചെറിയ പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ടയറൊക്കെ നന്നായിട്ട് പെയിൻ്റൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടയർ ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് ഞാൻ മണ്ണിൽ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു ടയറിലോട്ട് ഇനി മണ്ണും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്ത മിശ്രിതം നമുക്ക് നിറച്ച് കൊടുക്കണം. അപ്പം ഞാൻ അതാണ് ഇപ്പോൾ നിറച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് മുഴുവനായിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഒരു ഈവനിങ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം തണലുള്ള ടൈമാണല്ലോ. ഇപ്പോൾ മിക്ക ദിവസവും 4:30-5 മണി ആവുന്ന വരത്തേക്കും തന്നെ വെയിലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ പ്ലാന്റ്സൊക്കെ പറിച്ച് നമ്മൾ നട്ടു കൊടുത്തു കഴിഞ്ഞാലും ഒരു കുഴപ്പമുണ്ടാവില്ല. പ്ലാന്റ്സൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ വാടി നിൽക്കാതെ നമുക്ക് നട്ടു കൊടുക്കാൻ പറ്റും. അതാണ് ഈവനിങ് ടൈമിൽ പ്ലാന്റ്സൊക്കെ വെച്ച് കൊടുത്താലുള്ള ഉപകാരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടയറിൻ്റെ ഉള്ളിലായിട്ട് ഞാനിപ്പോൾ മണ്ണും വളപ്പൊടിയും കൂടിയിട്ട് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പ്ലാന്റ്സ് ഞാൻ വെച്ച് കൊടുക്കുകയാണ് ടയറിൻ്റെ ഉള്ളിലായിട്ട്. ഞാൻ 10 മണിച്ചെടിയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ നമുക്ക് സ്പൈഡർ പ്ലാന്റും അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള അധികം തിക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്ന, അതായത് ഹൈറ്റ് വരാത്ത പ്ലാന്റ്സ് ഒക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ വേണ്ടി നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ 10 മണിച്ചെടി എൻ്റെ കയ്യിൽ ഒരുപാടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് പല കളേഴ്സായിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 10 മണിച്ചെടിയുടെ ഒരു കളേഴ്സ് തന്നെ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സായിട്ടുള്ള ഫ്ലവർ വരുന്ന 10 മണിച്ചെടികളും ടേബിൾ റോസൊക്കെയാണ് ഇതിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനി നന്നായിട്ട് തിക്കായിട്ട് വളർന്നു കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരിക്കും. ഫ്ലവറൊക്കെ ഒരുപാട് വിരിഞ്ഞ് നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ നന്നായിട്ട് വെയിലടിക്കുന്ന ഏരിയയിൽ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ ടയർ വെച്ച ഏരിയയിലോട്ട് നന്നായിട്ട് വെയിലടിക്കുന്നതുകൊണ്ടാണ് ഞാനവിടെ 10 മണിച്ചെടി വെക്കാൻ വേണ്ടി സെലക്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരു പ്ലാന്റാണ് സ്വീറ്റ് പൊട്ടാറ്റോൻ്റെ ഈ ഒരു പ്ലാന്റ്. ഞാനിത് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. ഇതിനൊരു 50 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ 2 കളേഴ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ നെക്സ്റ്റ് വെച്ചത് ഈ ഒരു ഗ്രാസ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇപ്പോൾ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു കലേസിയ റിപ്പൺസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ ഒരു സ്വീറ്റ് പൊട്ടാറ്റോൻ്റെ പ്ലാന്റ് എടുത്ത ഈ ഒരു പോട്ടിൽ ഞാൻ സ്പൈഡർ പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു സ്വീറ്റ് പൊട്ടാറ്റോൻ്റെ പോട്ടും കൂടി അവിടെ ഉണ്ട്. അതിലിപ്പോൾ ഞാനൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഒരുപാട് ടൈം ആയതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തത്. പിന്നെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് സമയമെടുക്കും നമുക്ക്. അതുകൊണ്ട് ഞാൻ 2 ദിവസമൊക്കെ ആയിട്ട് ഈവനിങ് ടൈമിലുള്ളതാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ തൊട്ടടുത്ത കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ. ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തോളൂ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ.